ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബാലിയിൽ അവസാനത്തെ സ്റ്റേയിലെത്തി. സമാധി ലിവിങ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഇത്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ്, പക്ഷേ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരിതാണ്. ഇതൊരു നമ്മുടെ അവിടത്തേക്ക് പോലത്തെ ബിൽഡിങ്ങാണ് ഇവിടെ കൂടുതലും വരുന്നത്. നല്ല വലിയ പ്രോപ്പർട്ടി ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. അതെ, കരിക്ക്. ഞങ്ങളിനി അടുത്ത 3 ദിവസം ഇവിടെ ഉണ്ട്. 4ാമത്തെ ദിവസം ചെക്കൗട്ട് ആവുമല്ലേ? അതെ. അപ്പോൾ ഇവിടെയാണ് ഇനി ബാക്കിയുള്ള സ്റ്റേ. ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ ബാക്കി കാണിക്കാം. ഇപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുക. നല്ല ടയേർഡാണ്, കാരണം ബോട്ട് അത്യാവശ്യം കടൽ നല്ല റഫായിരുന്നു. ഇങ്ങനെ ബോട്ട് കുലുങ്ങി ഫുള്ള് വന്ന്, പിന്നെ ടാക്സിയിൽ കുറേ സമയം ട്രാഫിക്കിൽ കിടന്നു. നീ ഗുളിക കഴിച്ചില്ലായിരുന്നല്ലേ? അതുകൊണ്ടാവും പറ്റും. അല്ല, ഇവിടുത്തെ ബോട്ട് വലിയ സ്പീഡും ഇല്ല, ഭയങ്കര ചാട്ടവും ഇല്ല. മാൽഡീവ്സ് ഫുള്ള് ചാടിയല്ലേ പോകും. അത് ചെറിയ ബോട്ടായിരുന്നു, അതായിരിക്കും. അപ്പോൾ ഞങ്ങളിനി കഴിക്കാൻ പോകുമ്പം തിരിച്ചു വരാം. സൗണ്ട് ഇല്ലേ? ഓക്കെ, ഇതാണ് ആ സംഭവം. കുറേ നാളുകൊണ്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന രാമൻ. ഇതുണ്ട്. അപ്പം ഞങ്ങൾ ലാസ്റ്റത്തെ 3 ദിവസത്തെ സ്റ്റേയിലുള്ള സ്ഥലത്തെത്തി. സമാധി ലിവിങ് എന്നാണ് എൻ്റെ പേര്. അപ്പം അതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ആക്ച്വലി നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതേ ഇവിടെ നമ്മൾ വന്ന സമയത്ത് നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും, മറ്റേ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു പറഞ്ഞില്ലേ, അത് ഈ ഒരു ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു കോമൺ ആയിട്ടൊരു കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ആ പുള്ളിക്കാരി കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ഒരു പൂളുണ്ട്. നമുക്ക് ഈ വാക്ക് വേ ഒക്കെ കണ്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് നല്ല പ്രോപ്പർട്ടിയാണ്. ഇതാണ് ഇവിടുത്തെ പൂള്. പിന്നെ നമുക്ക് റൂമിലോട്ട് പോവാവേ. നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചു തരാം. ഇത് പണ്ട് നമ്മൾ മറ്റേ മൂക്കിൽ വെക്കുന്നൊരു സാധനമായിട്ട് കളിക്കത്തില്ലേ, ആ സാധനമാണ്. എന്തോ ആ കാണുന്ന റൈറ്റിൽ കാണുന്നതാണ് നമ്മുടെ റൂം. അപ്പോൾ ബാഗ് കൊണ്ട് അടുക്കിയെല്ലാം വെക്കുന്നതിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ നമ്മൾ റൂമിലോട്ട് കയറുകയാണ്. ഇതാണ് നമ്മുടെ റൂം. എന്ത് സൂപ്പർ റൂമല്ലേ, അടിപൊളി റൂം. എനിക്ക് റൂം നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഇതാണ് ഇവിടെ വലിയൊരു TV ഒക്കെ ഉണ്ട്, ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കത്തിയും എല്ലാ കാര്യവും ഉണ്ട് ഇവിടെ. നെസ്കഫേ, ദൂര സാധനങ്ങൾ ഇവിടെയുള്ള. ഇനി ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ടോയ്ലറ്റ്. ചേട്ടാ, ഇത് മറ്റേ ഹോട്ട് ടബല്ലേ അല്ലേ? ആണോ? എനിക്കറിയില്ല. ഹോട്ട് വാട്ടർ കാണുമായിരിക്കാം. ഈ ഓപ്പൺ ബാത്റൂം ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാം. ടോയ്ലറ്റ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജും അവനും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നൈറ്റ് നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. അത് ശരി, ഫുൾ ഓപ്പണാണ്. ഇനി ഇത് ഇവിടെ ഒരു കുഞ്ഞി ബാൽക്കണി ഉണ്ട്. ആണോ? നമുക്ക് നൈറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം.
ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ. ഇനി നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലത്ത് മാത്രം പോകുന്നുള്ളൂ. നാളെ 2 ദിവസം ഉണ്ട് നമുക്ക്. അപ്പോൾ ആ 2 ദിവസം മാക്സിമം സ്ഥലം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഇതിവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. ഫുഡും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നു. ഇത് ഫ്രൂട്ട്സും ഇതൊക്കെ ആണോ ഉള്ളതെന്ന് തോന്നടാ. ഇതിവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റിനകത്താണ് കേട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റൊക്കെ ബിൽഡിങ്ങിനകത്താണ് അല്ലേ? ഇവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റൊക്കെ ബിൽഡിങ്ങിനകത്താണ്. അല്ലോ ഇവിടെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. പെയിൻറ്റിങ്സ് അറിയില്ലല്ലോ, ബാക്കി എല്ലാവരും എടുത്തിട്ട് വരുമല്ലേ. ജസ്റ്റ് ചേഞ്ച്. പെയിൻറ്റിങ് വേണോ? പെയിൻറ്റിങ് നമ്മൾ ജസ്റ്റ് ചുമ്മാ കാണാൻ വന്നതാ. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. അപ്പം നമ്മളവിടെ സ്റ്റേയിൽ വന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ഷോപ്പിങ്ങിനോട്ട് വന്നു ചുമ്മാ കാണാനായിട്ട്. റേറ്റൊക്കെ അറിയില്ല, ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം റെസ്റ്റ് ഇടി. നാളെയും മറ്റന്നാളും നല്ല ട്രാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റെസ്റ്റ്. ഇതതിൻ്റെ അടുത്ത പോർഷനാണ് കേട്ടോ. ഇവിടെയും ഇതുപോലെ ഷോപ്പിംഗ് സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ 6 മണി വരെ ഉള്ളൂ ഇവിടെ. ജസ്റ്റ് നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ കുറേയൊക്കെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുറേ ഉള്ളത്. ഇവിടെ ഫുൾ ഡ്രീം ക്യാച്ചേഴ്സും മുഖം. അവിടെ മേലുണ്ടായിരുന്നല്ലേ. ചുറ്റി പറഞ്ഞു ഇവിടെ വേണോ? നല്ല അടച്ചെന്ന് തോന്നുന്നു. Many minutes later. നമ്മൾ നിൽക്കുന്നത് പാണ്ടായി സഭ എന്ന് പറഞ്ഞ ബീച്ച്. ബ്ലാക്ക് സാൻഡാണ് കേട്ടോ ഇവിടെ. അത്ര വൃത്തിയൊന്നുമില്ല, ചുമ്മാ വന്ന് കണ്ടിട്ട് പോകാൻ അത്രേ ഉള്ളൂ. പക്ഷേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്ര ക്ലീൻ അല്ലാത്ത ബീച്ചാണ്. പക്ഷെ എന്നാലും ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്.